ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ ഭരണങ്ങാനം ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം മാറി ഭരണങ്ങാനം ഈരാറ്റുപേട്ട ഹൈവേയിൽ നിന്നും ഏകദേശം 400 മീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോഷ് വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് 11.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ പുതുപുത്തൻ വീടിന് സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 1,10,00,000 രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു അതിഗംഭീര വീടാണ്. നല്ല എത്ര വലിയ വണ്ടിയും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള മുറ്റമുണ്ട്. നമുക്ക് ഒരേ സമയത്ത് 3-4 വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ സൈഡ് എലിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുറ്റമൊക്കെ ഒരു സൈഡ് ലാൻഡ്സ്കേപ്പിംഗ് നടത്തി അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. നമ്മൾ സൈഡിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നല്ല മനോഹരമായ തേക്കും തടിയിലാണ് എല്ലാ പണികളും തീർത്തിരിക്കുന്നത്. 11.5 സെൻറ്റ് സ്ഥലവും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. ഇതാണ് ഒരു അലക്കുകല്ലാണ്. ബാക്ക് സൈഡിലത്തെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്നു. സൈഡിലും അതുപോലെ തന്നെ നല്ലവണ്ണം സ്പേസ് ഉണ്ട്. ഇതാണ് ഒരു സൈഡ് വ്യൂ ആണ്. ഇവിടുന്ന് നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വന്ന സൈഡിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3-4 ചെടികൾ നട്ടിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് നടത്തി നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റുമാണ്. ഗേറ്റിൽ നിന്ന് നേരെ പോർച്ചിലേക്കാണ് നമ്മുടെ വണ്ടി കയറ്റിയിടുക. അതുപോലെ തന്നെ ബാക്കി മുറ്റത്ത് ഇതാണ് പെബിൾസാണ് ഇട്ടിരിക്കുന്നത്. മുൻവശത്തെ സൈഡിലും നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് നടത്തി ഇട്ടിട്ടുണ്ട്. ഇതാണ് കാർ പോർച്ചാണ്. നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. അതോടൊപ്പം തന്നെ ഇതാണ് സിറ്റ് ഔട്ട്. ഒരു എൽ ഷേപ്പിലുള്ള നല്ല നീളമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് ഉള്ളത്. ഈ വീടിൻ്റെ അവിടുന്ന് ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അധികം ദൂരമില്ല. ഏകദേശം ഒരു 3 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഭരണങ്ങാനം ടൗണിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. പാലാ ടൗണിലേക്ക് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീടിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് പ്രയർ റൂമായിട്ടോ അല്ലോ സ്വീകരണ മുറിയായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു പ്രയർ റൂമായിട്ട് കൂട്ടി അവിടെയൊക്കെ ബിംബങ്ങളൊക്കെ വെക്കാം എന്നുള്ള രീതിയിൽ ഒരു പ്രയർ റൂമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 20 അടിക്ക് മുകളിൽ നീളമുണ്ട്. അതുപോലെ തന്നെ നല്ല വീതിയുണ്ട്. വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ TV ഒക്കെ വയ്ക്കാനായിട്ടുള്ളതാണ് ആ ഭാഗം. അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ്. കാരണം സാധാരണ വീടിനൊക്കെ നീളം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇതും അതുപോലെ തന്നെ വീതിയും ഉള്ള ഒരു നീളവും വീതിയും നല്ലവണ്ണം ഉള്ള ഒരു ഡൈനിങ് ഹാളാണ്. ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാ തേക്കും തടിയാണ്. ഞാൻ നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ബിൽഡറുടെ തന്നെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പാലായിലുള്ള ബിൽഡേഴ്സിൽ ഏറ്റവും നല്ല ബിൽഡർമാരിൽ ഒരാളാണ്. കാരണം ഇദ്ദേഹം ഈ ഫീൽഡിൽ തന്നെ ഒരു 10-25 വർഷമായിട്ടുള്ളതാണ്. ഇദ്ദേഹം പണിതിരിക്കുന്ന വീടുകൾ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് ഏത് വീട് വേണേലും കാണാം. ഇന്ന് വരെ പണിത് കൊടുത്തിരിക്കുന്ന ഒരു വീടിന് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അതാണ് ഈ ബിൽഡറെ പറ്റിയുള്ള ഒരു എടുത്തു പറയത്തക്ക ഒരു ഗുണം. അതുകൊണ്ട് നമുക്ക് ഈ വീട് നമുക്ക് കാണുന്ന പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള തേക്കും തടി നമുക്കൊരു ഒരു പീസ് പോലും ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ടൈലാണെങ്കിലും അതുപോലെ തന്നെ
സാനിറ്ററി ഐറ്റംസ് ആണെങ്കിലും വയറിങ് ആണെങ്കിലും എല്ലാം ഇതുകൊണ്ട് ഇത് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് വെളിയിലേക്കൊരു സിറ്റ് ഔട്ട് പോലെ ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു പുറത്തേക്കുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. ഇതാണ് ഇതിൻ്റെ സീലിംഗ് വർക്കാണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും നീളവും വീതിയുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതുകൊണ്ടാണ് അത് 2 പാർട്ടായിട്ട് അതിൻ്റെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും വലിപ്പമുള്ള ഒരിതാണ്. കാരണം നമ്മൾ ഈ ആദ്യത്തെ റൂം ഇനി പ്രയർ റൂമായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗം നമുക്ക് ലിവിങ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി അതിഗംഭീരമായിട്ടുള്ള ഒരു വീടാണ്. കാരണം ഇത്രയും മനോഹരമായിട്ട് നമുക്ക് 2200 സ്ക്വയർ ഫീറ്റ്, ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്കൊരു 2500 സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞത് പറയാം. അതുപോലെയുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ഇതുകൊണ്ട് എന്നാ വലിപ്പമാണെന്ന് നോക്കിയാൽ ബെഡ്റൂമിനൊക്കെ നല്ലവണ്ണം വലിപ്പമുണ്ട്. എന്നാൽ ബെഡ്റൂമിൽ തന്നെ അല്ലാതെ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടാണ് വാർഡ്രോബ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 6 പാളിയുടെ ജനലാണ് ഒരു ബെഡ്റൂമിൽ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളാ കണ്ടത് 6 പാളിയുടെ ജനലാണ്. നല്ല വലുപ്പമുള്ള റൂമുകൾ, നല്ല മനോഹരമായിട്ടുള്ള ടൈലുകൾ എല്ലാം കൊണ്ടും കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ വാർഡ്രോബ്സ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡാണ്. ഡ്രസ്സിങ് ഏരിയ ആയിട്ടും നമുക്കത് വേണം ഉപയോഗിക്കാം. കാരണം ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂമിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 2ാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂമുകളാണ്. ഇതിനും 3 പാളി 6 പാളി ജനലാണ് ഈ റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിലായിട്ടാണ് എല്ലാ വാർഡ്രോബ്സും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗത്താണ് വാർഡ്രോബ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിന് നമുക്ക് നല്ലവണ്ണം സ്പേസ് ഉണ്ട്. ഇതാണ് ഒരിക്കലും വെള്ളം കയറാത്ത കിണർ വെള്ളത്തോട് കൂടിയുള്ള വീടാണ് ഇത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം. ഈ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, കംപ്ലീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതായത് സീലിംഗ് വരെ എല്ലാ ബാത്റൂമും 4 ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബാത്റൂമുകളും നമുക്ക് മുകളിൽ വരെ സീലിംഗ് വരെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതാണ് മറ്റൊരു പ്രത്യേകതയാണ്, എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. പാർട്ടീഷൻ ഡോറുകളെല്ലാം തേക്കുംതടിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ തീർത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. നല്ലൊരു വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ലാതെ ഈരാറ്റുപേട്ട ഹൈവേയിൽ നിന്ന് 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. നമുക്ക് ഈ വീടിൻ്റെ ഭാഗത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ വീടിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് നല്ല ഇതുപോലെയുള്ള വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ബസ് റൂട്ടിലേക്ക് വരാനായിട്ട് നമുക്കധികം 400 മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂഞ്ഞാർ ഹൈവേയിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭരണങ്ങാനത്തിന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പ്രവിത്താനം പോകാം. ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ഇതിലെല്ലാം ആയിട്ട് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടോ കാണാനോ ആയിട്ടോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇതാണ് കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കിച്ചണിൻ്റെ ടോപ്പിൽ നല്ല വൈറ്റ് കളറുള്ള മെറ്റീരിയലാണ്. ഇത് ഗ്രാനൈറ്റാണ്, വൈറ്റ് ഗ്രാനൈറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഇട്ടിരിക്കുന്നത്. ബോട്ടം സൈഡിൽ സ്റ്റോറേജ് ഉണ്ട്. നല്ലവണ്ണം സ്റ്റോറേജ് ഉള്ള ഒരു കിച്ചണാണ്. കാരണം അത്ര വലിപ്പത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ വലിപ്പം ഏകദേശം മനസ്സിലായതുകൊണ്ട് ഇതെല്ലാം തേക്കുംതടിയിലാണ് ഇതിൻ്റെ ബോട്ടം സൈഡിലത്തെ സ്റ്റോറേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ കിച്ചണാണ്. ഇവിടെ ഇത് വിറകടുപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു സിങ്കുണ്ട്. ബോട്ടം സൈഡിൽ നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. വിറകടുപ്പിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. എല്ലാം തേക്കുംതടി നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അതിഗംഭീര വീടെന്ന് തന്നെ പറയാം. കാരണം അത്ര മനോഹരമായിട്ടാണ്. ഈ വീട് കാണാനായിട്ട് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.
നല്ല മനോഹരമായിട്ടുള്ള പാലായിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തിൽ ഭരണങ്ങാനം അൽഫോൻസാമയുടെ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ